ഉഷ്ണതരംഗവും ഉപ്പുവെള്ള ഭീഷണിയും മൂലം ഇത്തവണ കർഷകർക്ക് വൻ നഷ്ടമാണുണ്ടായത്. കുട്ടനാട്ടിൽ 5000 ഏക്കറിലധികം പാടത്ത് കൃഷി ചെയ്ത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് നഷ്ടമുണ്ടായത്. ഉപ്പുവെള്ളം കയറുന്നത് തടയുക മാത്രമാണ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏക മാർഗമെന്നാണ് കർഷകർ പറയുന്നത്. വൃശ്ചിക വേലിയേറ്റവും ഓരുമുട്ടുകൾ വഴി ഉപ്പുവെള്ളം പാടങ്ങളിലേക്കും ഇടത്തോടുകളിലേക്കും കയറാൻ ഇടയായതുമാണ് നെൽച്ചെടികൾ കരിയാനും വളർച്ച മുരടിച്ച് ആദായം കുറയാനും കാരണമായത്. മുൻ വർഷങ്ങളിലൊക്കെ തന്നെയും വരൾച്ചയും ഉഷ്ണതരംഗവും ഉണ്ടായിരുന്നു എങ്കിലും വിളവിൽ കാര്യമായ കുറവുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ കായൽ നിലങ്ങളിൽ ഉൾപ്പെടെ നെല്ലുൽപാദനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. വിത കഴിഞ്ഞ് ഞാറ് വേരിറക്കും മുൻപ് പാടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറിയത് നെൽച്ചെടിയുടെ വളർച്ചയെയും വിളവിനെയും ബാധിച്ചു. പാടങ്ങളിലേക്ക് പ്രധാനമായും ഉപ്പുവെള്ളം കയറുന്നത് തോട്ടപ്പള്ളി മേഖലയിൽ നിന്നാണ്. ഉപ്പുവെള്ളം കയറുന്നത് തടയുക മാത്രമാണ് ഏക മാർഗമെന്ന് കർഷകരും പറയുന്നു. നാച്ചുറലായിട്ട് ഒരു പൊഴിമൂടുന്നൊരു സ്വാഭാവികത ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് അമിതമായ കരിമണൽ കണ്ണൽ മൂലമാണ് അത് ഇല്ലായ്മ ചെയ്ത്. ഷട്ടറിൻ്റെ ലീക്ക് മൂലം സ്വാഭാവികമായിട്ട് ആ ഉപ്പുവെള്ളം നമ്മുടെ ജലാശയങ്ങളിലേക്ക് കടന്നുകൂടുകയും നമ്മൾ സാധാരണ ഇതിൽ 1-2 പോയിന്റ് അതിൻ്റെ ഈ PPM എന്ന് പറയുന്നത് 1-2 ഒക്കെയാണ് നമുക്ക് പിടിച്ചിരിക്കുന്നത്. ഇത് 7-8 മുകളിലായിരുന്നു. കൃഷി നെല്ലിനെ സംബന്ധിച്ചുള്ള പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒരേക്കറിൽ 60,000-ഓളം രൂപയാണ് വിത്തിറക്കുമ്പോൾ കർഷകന് ചെലവ് വരുന്നത്. എന്നാൽ ഇത്തവണ തിരികെ ലഭിച്ചത് വെറും 30,000-ൽ താഴെ മാത്രം. ലാഭമില്ല എന്ന് മാത്രമല്ല, വലിയ നഷ്ടമാണ് കർഷകന് സംഭവിക്കുന്നത്. ഇടത്തോടുകളിൽ വെള്ളം നിറച്ചും പാടങ്ങളിൽ നല്ല വെള്ളം കയറ്റി ഇറക്കിയും ഉപ്പുവെള്ളത്തെ കൃത്യമായി നിയന്ത്രിച്ച പാടങ്ങൾക്ക് മാത്രമാണ് കുറച്ചെങ്കിലും വിളവ് നേടാനായത്. മീഡിയ 1 ആലപ്പുഴ. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഫൈസൽ, അപ്പോൾ ഈ ഉപ്പുവെള്ളം കയറുന്നത് മൂലമാണ് കർഷകർ വലിയ പ്രതിസന്ധിയിലാകുന്നത്. അതിനു പുറമെ ഉഷ്ണതരംഗവും കാലാവസ്ഥയടക്കമുള്ള പ്രതികൂല ഘടകങ്ങൾ ധാരാളമുണ്ട്. എങ്ങനെ ഇത് മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ? എന്താണ് കർഷകർ ആവശ്യപ്പെടുന്നത് സർക്കാരിനോട്? ജിൽസി, ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഈ ഉഷ്ണതരംഗം ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ അത് കുറച്ച് കൂടുതലായിരുന്നു എന്നാണ് കർഷകർ പറയുന്നത്. കാരണം ഒരു തരി പോലും നെല്ല് കരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ഉപ്പുവെള്ളം കയറുന്നതോടുകൂടി ഈ വിള പാകമാകുന്നതിന് മുമ്പ് തന്നെ വിള ഉണങ്ങിപ്പോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ പാകമാകാതെ തന്നെ ചെടി ഉണങ്ങിപ്പോകുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇത് തോട്ടപ്പള്ളി, അതുപോലെ തണ്ണീർമുക്കം ബണ്ട്, അതുപോലെ തോട്ടപ്പള്ളി സ്പിൽവേ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പാടങ്ങളിലേക്ക്, കുട്ടനാടിൻ്റെയും അപ്പർ കുട്ടനാട് ഉൾപ്പെടെയുള്ള പാടങ്ങളിലേക്ക് ഈ വെള്ളം കയറുന്നത്. അത് ഈ പൊഴി അടയാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് കർഷകർ പറയുന്നത്. അതായത് അമിതമായ ഈ ഖനനം മൂലം, അതായത് ഈ കരിമണൽ ഖനനം മൂലം സ്വാഭാവികമായി ഉണ്ടാകുന്ന പൊഴി നാച്ചുറലായി അടയുന്നില്ല. സാധാരണ നാച്ചുറലായി അടയുന്നതാണ്, ഈ ഖനനം മൂലം അത് അടയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപ്പുവെള്ളം ധാരാളമായി പാടത്തേക്ക് കയറുന്നുണ്ട്. അതായത് സാധാരണക്കാൾ ധാരാളമായാണ് ഇപ്പോൾ കയറുന്നത്. നേരത്തെ ആ കർഷകൻ പറയുന്നത് പോലെയാണെങ്കിൽ നേരത്തെ 1-2 അതിൻ്റെ ഒരു അളവുണ്ട്, അതിലാണ് കയറുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ കൂടുതലായി കയറാൻ തുടങ്ങി. അങ്ങനെയാണ് കർഷകർക്ക് വിള നഷ്ടമാകുന്നത്. മാത്രമല്ല, ഇതൊരു സർക്കാരിനോട് പ്രധാനമായും കർഷകർ ആവശ്യപ്പെടുന്നത് ഈ ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക മാത്രമാണ് ഇതിനൊരു പോംവഴി എന്നുള്ളതാണ്. മണ്ണിൻ്റെ ഒരു ഘടന കൂടി ഈ ഉപ്പുവെള്ളം കയറുന്നതോടെ നഷ്ടപ്പെടും. മണ്ണ് ഒരു തുരുമ്പെടുക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മണ്ണ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള എന്ത് മാർഗമാണോ സ്വീകരിക്കാൻ പറ്റുക അത് സ്വീകരിക്കുക എന്നതാണ് അടുത്ത വരുന്ന സർക്കാരിൽ അവർക്ക് ഒരു വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് കർഷകർ പങ്കുവെക്കുന്നത്. ജിൽസി, ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.